നമുക്ക് ഒരു സഹോദരിയുടെ ഒരു സങ്കടം തന്നെയാണ്. അവർ പറയുന്നത് വിവാഹം കഴിഞ്ഞു 3 വർഷം, നിക്കാഹ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് അവർ ഒരുമിച്ച് ജീവിച്ചത്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഭർത്താവിൻ്റെ ഫോണ് യാദൃശികമായ ഒരു ഫേസ്ബുക്കിലൊക്കെ കയറിയപ്പോൾ അശ്ലീലമായ വീഡിയോസുകൾ കാണുന്ന ഒരു സൈറ്റ് കണ്ടു. അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടു. അത് മാത്രമല്ല, ഭർത്താവ് നേരം വൈകിയാണ് വീട്ടിലേക്ക് വരാം, ജോലിയൊക്കെ കഴിഞ്ഞ് നേരം വൈകിയാണ് വീട്ടിലേക്ക് വരാം. അത് ചോദിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യമാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, നീ മാറി നിൽക്ക്, ദൂരത്തേക്ക് പോകുമെന്ന് പറയും. രാത്രി വളരെ വൈകി എത്തി, ഇനി കുറച്ച് നേരത്തെ എത്തിയാലും അപ്പോഴും അവളടുത്തേക്ക് എത്തില്ല. അവിടെ വീട്ടിലെ ആൾക്കാരോടൊക്കെ സംസാരിച്ച് അങ്ങനെ നേരം വൈകും. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നാലും അദ്ദേഹം എന്ത് ചെയ്യും, ഫോണിലൊക്കെ നോക്കി കൂടെ പഠിച്ച പഴയ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും, ആ കൂടെ പഠിച്ച അവർക്കൊക്കെ ഒരു ഹായും ഒരു ഗുഡ് നൈറ്റൊക്കെ അയച്ചിട്ട് അദ്ദേഹം ഉറങ്ങുള്ളൂ. അപ്പോൾ ചെന്നാലും എന്ത് ചെയ്യില്ല, ഇവളായിട്ട് ഒരു പരിഗണനയോ സംസാരമോ ഒന്നുമില്ല. പിന്നെ അദ്ദേഹം കളവാണ് പറയാം. കളവ് എന്തിനാണ് പറയുന്നത് വെച്ചാൽ അതിനെ അദ്ദേഹം ദേഷ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അവരൊരു വലിയ സങ്കടം വെച്ചാൽ അവൻ്റെ ഭർത്താവിനൊന്ന് ഹഗ് ചെയ്യാൻ പറ്റണില്ല, ഒന്ന് തൊടാൻ പറ്റുന്നില്ല, തൊട്ടുകൊണ്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, രാത്രി അതുപോലെ തന്നെ അയാൾ ഒറ്റക്ക് കിടക്കുന്നു, രാത്രി മറ്റുള്ള അശ്ലീല വീഡിയോകൾ കണ്ട് അയാളങ്ങനെ കിടക്കണം. ഇനി ഞാൻ എന്ത് നിലപാടെടുക്കണം, ശക്തമായ ഒരു നിലപാടെടുത്ത് വീട്ടുകാരെ അറിയിക്കേണ്ടതുണ്ടോ, ഇദ്ദേഹത്തെ ഒന്ന് ഇതിൽ നിന്നൊക്കെ പിന്മാറ്റി പഴയതുപോലെ സ്നേഹിച്ചു ഒരു കുടുംബമായി ജീവിക്കാൻ എന്തു കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് ഒരു പരിഹാരം നിർദ്ദേശിച്ചു തരണം എന്നാണ് സഹോദരി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ ഇത്രത്തോളം ഒരാൾ ചെയ്താലും ഭാര്യ അവിടെ തന്നെ ഉണ്ടാകും എന്ന ഒരു ധാരണയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പെരുമാറ്റങ്ങൾ തുടരുന്നത്. ഞാൻ അദ്ദേഹത്തെ ധാരാളമായി സ്നേഹിക്കുന്നു. അതാ പറഞ്ഞു. ഇപ്പോൾ ഒരു സ്ത്രീ ഇന്ന് എനിക്ക് കരഞ്ഞൊരു വോയിസ് ഇട്ടിരുന്നു. അതിലവർ സംസാരം പൂർത്തിയാകുന്നത് വരെ കരയാണ് എന്ന് പറഞ്ഞൊരു ക്രൂര വിനോദമാണ് അവിടെ ഭർത്താവ് കാണിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഒള്ളിയും മറയുമില്ലാതെ എന്ത് ചെയ്യുക വെച്ചാൽ ഈ സ്ത്രീകളെ ചാറ്റ് ചെയ്യുക, സ്ത്രീകളെ ഫോൺ വിളിക്കുക, ഫോൺ സൈറ്റ് കാണുക, അതൊക്കെ പരസ്യമായി ഇവളെ മുന്നിന്ന് ചെയ്യാണ്. ഇവളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എത്രമാത്രം ചിലവരിൽ പറയുന്നുണ്ട്, ഇവർ അന്യ സ്ത്രീകളേറ്റ് വിട്ട് പോകുന്നത്, അവരെ വീട്ടിലേക്ക് ചെല്ലുന്നത്, അതൊക്കെ അവരുടെ ഇയാളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുന്ന, ആസ്വദിച്ച് ഷെയർ ചെയ്യുന്ന സംസാരങ്ങളൊക്കെ ഇവരിങ്ങനെ കേൾക്കണം. അപ്പോൾ ഇവിടെ സംഭവിക്കണം എന്താ അറിയോ, എന്ത് ചെയ്താലും അവൾ ഇവിടെ ഉണ്ടാകും എന്ന ഉറപ്പ് ഇവന്മാർക്കൊക്കെ ഉണ്ട്. അതിനൊരു ഇളക്കം തട്ടാതെ ഇവരൊന്നും ഒരു മാറ്റത്തിനും വിധേയാവില്ല. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, സ്വന്തം ഭർത്താവ് സ്വന്തം അഭിമാനമാണ്. അതുകൊണ്ട് ആ ഭർത്താവ് എന്ത് തോന്നിയാസം ചെയ്താലും അത് മറ്റൊരാളോട് ഭാര്യ പറയില്ലെന്നതാണ് ഇവർക്കൊക്കെയുള്ള ഏറ്റവും വലിയ പോസിറ്റീവ്. വേറെ ആര് കണ്ടാലും പറയും. ഇപ്പം നിങ്ങളത്തൊരു വേണ്ടാവൃത്തിൻ്റെ നിങ്ങളെ ഉമ്മ കണ്ട വാപ്പാനോട് പറയും, പെങ്ങൾ കണ്ടാൽ ഉമ്മാനോട് പറയും. പക്ഷെ ഭാര്യ കണ്ടാൽ ആരോടും പറയില്ല. അതുകൊണ്ട് എന്ത് തമ്പാടിത്തം ഇവിടെ ചെയ്താലും അതൊക്കെ എന്തു ചെയ്യും, ഭാര്യ ഇവിടുന്ന് എങ്ങോട്ട് പോവില്ല, നമുക്കതിലൊരു പ്രശ്നം വരാൻ പോകുന്നില്ല എന്ന ചിന്തയാണ്. ഞാൻ പറഞ്ഞ ഒരു സ്ത്രീ എന്തും സഹിച്ച് നിൽക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് സഹിച്ച് നിൽക്കണമെന്ന് ഒരു ഫാഹിഷത്തും മുബയ്യനത്തും പറയും. വ്യക്തമായിട്ടുള്ള ഇത്തരം ലൈംഗിക വൈകൃതങ്ങളെ കണ്ടു നിൽക്കാൻ ഒരു സ്ത്രീ, ഞാൻ പറഞ്ഞ ജീവിക്കാൻ എന്തൊക്കെ വഴികളുണ്ട്, എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഇത്രയും ഈ ദുഷിച്ച പ്രവർത്തനങ്ങൾ കണ്ട് നിൽക്കേണ്ട എന്ത് കാര്യമാണ്. അപ്പോൾ എന്തു ചെയ്യാം, നമ്മളൊരു നേരത്തെ പറഞ്ഞ മാതിരി ശക്തമായ നിലപാടിലേക്ക് പോകണം. മനസ്സിലായില്ലേ? അത് ഈ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ പ്രൂഫുകൾ കണ്ടെത്തുക. കാരണം നാളെ ഒരു സംശയരോഗിയാക്കി ചിത്രീകരിക്കപ്പെടാതിരിക്കാൻ എന്ത് വേണം, നമുക്ക് പറ്റുന്ന തെളിവുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, എല്ലാ സാധനവും എൻ്റെ അടുത്തുണ്ട്, ആരെന്നോട് ചോദിച്ചാലും പറയാൻ എനിക്ക് കഴിയും, ആർക്കും വിശദീകരിച്ച് കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും പറ്റിയ സാധനങ്ങൾ എൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇനി നിങ്ങളൊന്ന് നന്നായിട്ട്, ഞാനല്ലാത്തൊരു പെണ്ണ് വേണ്ടാത്ത ഒരു സമയം വരുമ്പോൾ എന്നെ വിളിക്കും, ഇപ്പോൾ ഞാൻ വരാം എന്ന് പറയുകയല്ലാതെ ഇതിനൊന്നും വേറെ പരിഹാരമല്ല. ഇതേപോലെ സമാനമായ ചോദ്യങ്ങൾ ചോദിച്ച സഹോദരിമാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ് ഈ പറഞ്ഞത് എന്ന് കൂടി വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഒരു നിലപാട്, ഉറച്ച നിലപാടെടുത്താൽ മാത്രമേ
ഭർത്താക്കന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് തന്നെ പോവുക എങ്കിൽ മാത്രമേ കുടുംബം തിരിച്ചു പിടിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.